നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങൾ എന്തായി കാട്ടുന്നേ? എഴുന്നേക്ക്. എഴുന്നേക്കാനാ പറഞ്ഞത്. പിള്ളേരെ നിങ്ങളോട് എഴുന്നേക്കാനാ പറഞ്ഞേ. ഇല്ല അങ്കിൾ, പടം വരച്ച് കിട്ടുന്നതൊരു ഞങ്ങൾ ഇവിടെ നനങ്ങിയില്ല. നല്ല തല്ലുകൊള്ളും കേട്ടോ. സമാധാനായി സത്യാഗ്രഹം ഇരിക്കുന്നവരെ തല്ലാൻ പാടില്ല അങ്കിൾ, അതും പോലീസ് സ്റ്റേഷനിൽ വെച്ച്. മക്കളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇത് പോലീസ് സ്റ്റേഷനാ. അല്ല, ഇവിടുന്ന് തന്നെ വരച്ചു കൊടുക്കുന്നത്. കുറ്റവാളികളുടെ ഒക്കെ പടം വരച്ചു കൊടുക്കില്ലേ, അതിവിടുന്നോ? ഓ അതോ, അത് ഡ്രോയിങ് അല്ല മക്കളെ, രേഖാചിത്രം. ആ അത് തന്നെ. മക്കൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അതുപോലെ ഒരെണ്ണം വരയ്ക്കണം. രേഖാചിത്രം വരയ്ക്കാനോ? ഇതെന്താ കുട്ടികളിയാണെന്ന് വിചാരിച്ചോ? കുട്ടിക്കളിയല്ല അങ്കിൾ, ഞങ്ങൾക്കിത് അത്യാവശ്യ. മക്കളെ, ഇത് നിങ്ങളുടെ കള്ളനും പോലീസും കളിയൊന്നുമല്ല. ഞങ്ങളൊക്കെ നാടകത്തിലെയും സിനിമയിലെയും പോലീസുകാരുമല്ല. അതറിയാം അങ്കിൾ. അങ്കിൾ ഞങ്ങളുടെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഈ കുട്ടികളിക്ക് ഞാൻ കൂട്ടു നിന്നാലേ എന്റെ ജോലി പോവും. ജോലിയൊന്നും പോവില്ല അങ്കിൾ. മോൾക്കത് മനസ്സിലാക്കാൻ സാധിക്കാത്തോണ്ടാ. അങ്ങനെ ചുമ്മാ രേഖാചിത്രം ഒന്നുമേ ഞങ്ങൾക്ക് വരച്ചു കൊടുക്കാൻ പറ്റില്ല. അതിനെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണം, തുടർ നടപടികളും വേണം. കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തോ അങ്കിൾ? കുട്ടിക്ക് എന്താ കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? പോയേ പോയേ, ഇവിടെ എനിക്ക് വേറെ ജോലിയുണ്ട്. കുട്ടികളല്ലേന്ന് കരുതി അല്പം മര്യാദയ്ക്ക് പെരുമാറിയപ്പോ പ്ലീസ് അങ്കിൾ, അങ്കിൾ പ്ലീസ്. അങ്കിളിന്റെ മോളെ പോലെയല്ലേ ഞാൻ. പ്ലീസ് അങ്കിൾ. ആരുടെ പടമാ കുട്ടിക്ക് വരയ്ക്കേണ്ടത്? എന്റെ ചേച്ചിയമ്മയുടെ പോലീസ് അങ്കിൾ. ആരാ മോളുടെ ചേച്ചിയമ്മ? സത്യാമ്മയുടെ മൂത്ത മരുമകളാ അങ്കിൾ. ചേച്ചിയമ്മ കാണാനില്ല അങ്കിൾ, ഞങ്ങൾക്ക് കണ്ടുപിടിക്കണം. സത്യാമ്മയുടെ മരുമകളോ? അതൊക്കെ വലിയ പൊല്ലാപ്പാവും. നിങ്ങൾ പോയേ പോയേ. എന്ത് പൊല്ലാപ്പ അങ്കിൾ? പപ്പി കള്ളന്മാര് പിടിച്ചോണ്ട് വന്നു തുടങ്ങിയപ്പോ ഞാനല്ലേ പോലീസിനെ വിളിച്ച് പരാതി പറഞ്ഞത്. അന്ന് എന്റെ പരാതിയില്ല അന്വേഷിച്ചത്, അതുപോലെയല്ലേ ഇതും. രണ്ടും വേറെയാ. കുട്ടിക്ക് അത് പറഞ്ഞ മനസ്സിലാവില്ല. തൽക്കാലം സമയം മെനക്കെടുത്താതെ പോയേ പോയേ. പപ്പി വാ, ഇവിടെ ഇരിക്കു പപ്പി. നിങ്ങൾ എന്തായി കാട്ടുന്നേ? എഴുന്നേക്ക്. എഴുന്നേക്കാനാ പറഞ്ഞത്. പിള്ളേരെ നിങ്ങളോട് എഴുന്നേക്കാനാ പറഞ്ഞേ. ഇല്ല അങ്കിൾ, പടം വരച്ച് കിട്ടുന്നതൊരു ഞങ്ങൾ ഇവിടെ നനങ്ങിയില്ല. നല്ല തല്ലുകൊള്ളും കേട്ടോ. സമാധാനായി സത്യാഗ്രഹം ഇരിക്കുന്നവരെ തല്ലാൻ പാടില്ല അങ്കിൾ, അതും പോലീസ് സ്റ്റേഷനിൽ വെച്ച്. മാത്രല്ല ഞങ്ങൾ കുട്ടികളാണ്, ചൈൽഡ് റൈറ്റ്സിൽ പ്രശ്നമാവും. സത്യാഗ്രഹോ? സാറേ, ആയിരിക്കുന്ന ജില്ലാ കളക്ടറുടെ മോളാ ആ അപ്പുറത്തിരിക്കുന്ന കുട്ടി. അതെന്തിനാണോ എന്നെ മെനക്കെടുത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്? എന്തിനോ ആയിക്കോട്ടെ, വലിയ വീട്ടിലെ പിള്ളേരുടെ കാര്യം ഇങ്ങനെയാണോ സാറിനറിയില്ലേ? ഇതിനേക്കാളൊക്കെ വലിയ കോമാളിത്തരങ്ങൾ കൂട്ടി നിൽക്കേണ്ടി വന്നിട്ടില്ലേ നമുക്ക്? ഞാനിപ്പോ എന്ത് ചെയ്യണോന്ന്? ആ പടം അങ്ങ് വരപ്പിച്ച് കൊടുത്തേക്ക് സാറേ. നമുക്ക് ചെയ്തൊന്നുമില്ലല്ലോ. എടോ, അത് നിയമപരമായി ശരിയല്ലല്ലോ. സാറ് പിന്നെയും. സാറേ, പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കണ്ട ഈ പിള്ളേരിവിടെ കുത്തിയിരിക്കുന്നത് വലിയ പ്രശ്നമാകും. ആരെങ്കിലും മൊബൈലിലോ മറ്റോ ഷൂട്ട് ചെയ്ത് നെറ്റിലേക്ക് അയറ്റി വിട്ടാലും മതി. കളക്ടറുടെ മോളാന്നറിയാലോ. സെൻസിറ്റീവ് പ്രശ്നമാ സാറേ, തൊപ്പി തെറിക്കും. എടോ, ഒന്ന് വിരട്ടി വിട്ടാ പോരെ? പണ്ടത്തെ പോലെ പോലീസിന് വിരട്ടാൻ പറ്റുമോ സാറേ, അതും പിള്ളേരെ? അവര് പുറത്തിറങ്ങിയിട്ട് ഭംഗിയായിട്ടൊന്ന് കരഞ്ഞാ മതി. കളക്ടറുടെ മോളാണോന്നൊന്നുമില്ല. അപ്പോഴും സാറിന്റെ തൊപ്പി പോവും. പോരെങ്കി ആ കളക്ടറുടെ മോള് ആള് നല്ല ബ്രില്യന്റാ. ചൈൽഡ് റൈറ്റ്സിനെ പറ്റിയൊക്കെ പറയുന്നത് സാറ് കേട്ടില്ലേ? എന്താണോ ഇപ്പൊ ചെയ്യാ? പറഞ്ഞില്ലേ, ആ ഫോട്ടോ അങ്ങ് വരപ്പിച്ച് കൊടുത്തേക്ക് സാറേ. എടോ, അതിനാ രേഖാചിത്രകാരൻ വേണ്ടേ? ആ വിജയമോഹൻ അടുത്ത റൂമിൽ ഇരിപ്പുണ്ട് സാറേ, ഞാൻ വിളിപ്പിക്കട്ടെ?
ആ എന്നാ വിളിപ്പിക്കും. ഇയാളോ നിന്നേ. ആ. ഇതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവരുത്. അത് താൻ ഏറ്റോണം. അത് ഞാൻ ഏറ്റു സാറേ. മതി മതി, എഴുന്നേക്ക്. പപ്പിയുടെ ചേച്ചിയമ്മയുടെ പടം വരച്ചു തരുമോ? തരാമെന്ന്. പപ്പി, നിന്റെ ചേച്ചിയമ്മയുടെ പടം വരച്ചു തരുമോന്ന്? താങ്ക്സ് അങ്കിൾ. താങ്ക് യു വെരി മച്ച് അങ്കിൾ. ആ ശരി ശരി ശരി. സാർ ദേ ദേ, ഈ അങ്കിള് വരച്ചു തരും മോളുടെ ചേച്ചിയമ്മയുടെ പടം. സാറേ ഞാനങ്ങ് വീട്ടിൽ പോവാൻ നിൽക്കുമായിരുന്നു. പിള്ളേരുടെ ഒരു ആഗ്രഹമല്ലേ, ഒന്ന് ചെയ്തു കൊടുക്ക്. സാറിന് അറിയാലോ, അങ്ങ് മീൻപാറ വരെ പോണ്ടേ സാറേ, ഒരുപാട് ദൂരമില്ല സാറേ. പ്ലീസ് അങ്കിൾ, പ്ലീസ് അങ്കിൾ, ഒന്ന് ഹെൽപ്പ് ചെയ്യണം അങ്കിൾ. പ്ലീസ് ആ, ഒന്ന് വരച്ചു തരണം അങ്കിൾ. ഒന്ന് വരച്ചു തരണം അങ്കിൾ. ഹെൽപ്പ് ചെയ്യണം അങ്കിളെ. ശരി ശരി, വരച്ചു തരാം. വരയ്ക്കേണ്ട ആളെ പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ? ദാ ഇതാ ചെറുതിലുള്ള ഫോട്ടോ. വലുതായി കഴിയുമ്പോ എങ്ങനെ ഇരിക്കുമെന്ന് അറിയേണ്ടത്. ആ, ഇത് കുട്ടിയായിരുന്നപ്പോഴത്തെ ഫോട്ടോയാ. നല്ല പണിയുണ്ട് സാറേ. എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണോ, തലവേദന ഒഴിവാവട്ടെ. ഹലോ, രാമേട്ടാ, ഞാൻ ആനന്ദ, സിറ്റി സ്റ്റേഷനിൽ നിന്ന്. മനസ്സിലായി ആനന്ദേ, പറഞ്ഞോ. രാമേട്ടൻ ഇപ്പൊ കളക്ടറുടെ വീട്ടിലാണോ? എന്താ ആനന്ദേ? ശരി, ഞാനൊന്ന് നോക്കട്ടെ. വിഷ്ണു, വാ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കാൻ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.